എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 11-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 11. ചതുർഭി ശ്രീകണ്ഠൈ ശിവ യുവതിഭി പഞ്ചഭി അഭി പ്രഭിന്നാഭി ശംഭോ നവഭി അഭിമൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശൽ വസുദള കലാശ്രതി വലയത്രിരേഖാഭി സാർത്ഥം തവ ശരണകോണ പരിണതാഹ. എന്നിട്ട് പറയാം. ചതുർഭി ശ്രീകണ്ഠൈ ശിവ യുവതിഭി പഞ്ചഭി അഭി പ്രഭിന്നാഭി ശംഭോ നവഭി അഭി മൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശൽ വസുദള കലാശ്രതി വലയത്രിരേഖാഭി സാർത്ഥം തവ ശരണകോണ പരിണത. ആദ്യമേ പറയട്ടെ, ദേവിയുടെ തത്വങ്ങളാണ് പറയുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ശ്ലോകത്തിൻ്റെ വിശദീകരിച്ച് ഇതിനെ പറയണമെങ്കിൽ ഒരു താന്ത്രിക ആചാര്യന് മാത്രമേ പറ്റുകയുള്ളൂ. ഗുരുമുഖത്തിൽ നിന്നും കിട്ടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരിയായ എനിക്ക് ഇത്രയും അതിനെക്കുറിച്ച് ഈ ശ്ലോകത്തെക്കുറിച്ച് താന്ത്രികമായി ഒരറിവുമില്ല. നമ്മൾ സാമാന്യമായ ഒരു അറിവ് എനിക്ക് എൻ്റേതായ രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ശ്രീചക്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീചക്രം എന്ന് പറയുന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നല്ല ഒരു താന്ത്രിക ആചാര്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കേൾക്കേണ്ടത് ഗുരുമുഖത്ത്, വിശദീകരിച്ചുള്ള ജ്ഞാനം അറിയേണ്ടത് ഗുരുമുഖത്ത് നിന്നാണ്. ഇത് സാമാന്യമായി ഒന്ന് പറയുകയാണ്. ചതുർഭി ശ്രീകണ്ഠൈ 4 ശിവചക്രങ്ങളെ കൊണ്ട് ശിവയുതിഭി പഞ്ചഭി അഭി 5 ശക്തികളെ കൊണ്ട് പ്രഭിന്നാഭി ശംഭു 4 ശിവചക്രങ്ങളിൽ നിന്നും ഭേദപ്പെട്ടിരിക്കുന്ന നവഭി അഭിമൂലപ്രകൃതിഭി 9 പ്രപഞ്ചമൂല കാരണങ്ങളെ കൊണ്ട് ചതുശ്ചത്വാരിംശൽ 44 ആകുന്നു. ഇവിടെ സംഖ്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് 44. അപ്പോൾ ഇവിടെ അല്ലയോ മഹാത്രിപുര സുന്ദരി, 4 ശിവാത്മകങ്ങളായ ചക്രങ്ങൾ, ഇവയിൽ നിന്നും വ്യത്യാസപ്പെട്ട 5 ശക്തിയാത്മകങ്ങളായ ചക്രങ്ങൾ, ഇങ്ങനെ പ്രപഞ്ചമൂല കാരണങ്ങളായി ഭവിച്ച 9 ചക്രങ്ങളിൽ നിന്തിരുവഴിയുടെ ബിന്ദുസ്ഥാനമായ മന്ദിരവും കോണങ്ങളും ചേർന്ന് അഷ്ടദളം, ഷോഡശദളം, വൃത്തത്രയം, ഭൂപുരത്രയം എന്നിങ്ങനെ പരിണമിച്ചിട്ട് 44 ഭവിക്കുന്നു. അപ്പോൾ ഇവിടെ മഹാത്രിപുരസുന്ദരിയുടെ ഇരിപ്പിടമാണ് ഈ ശ്രീചക്രം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നേരത്തെ പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞ ചന്ദ്രമണ്ഡലാത്മകമായ ശ്രീചക്രത്തെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ത്രിപുരസുന്ദരിയുടെ വാസസ്ഥാനമായ ശ്രീചക്രം ബിന്ദു, ത്രികോണം, അഷ്ടകോണം, അന്തർദശാരം, ബഹിർദശാരം, ചതുർദശാരം, അഷ്ടദളം, ഷോഡശദളം, വൃത്തത്രയം, ഭൂപുരത്രയം ഇവയോട് കൂടിയതാകുന്നു. ഇപ്പോൾ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ശക്തിചക്രങ്ങൾ ത്രികോണം, അഷ്ടകോണം, അന്തർദശാരം, ബഹിർദശാരം, ചതുർദശാരം ഈ 5ഉം, ശിവചക്രങ്ങൾ എന്ന് പറയുന്നത് അഷ്ടദളം, ഷോഡശദളം, വൃത്തത്രയം, ഭൂപുരത്രയം ഈ 4ഉമാണ്. അപ്പോൾ ശിവചക്രങ്ങളിൽ വൃത്തത്രയത്തിന് പകരം ബിന്ദുവിനെ സ്വീകരിക്കണമെന്ന് ഒരു പക്ഷം ഉണ്ട്. ബിന്ദുവിൽ നിന്നാണ് 9 മൂലപ്രകൃതികളും ഉണ്ടായിട്ടുള്ളത്. മൂലപ്രകൃതികൾ ശ്രീചക്രത്തിൻ്റെ മുൻഭാഗത്തുള്ള 5 കോണുകളും പിൻഭാഗത്തുള്ള 4 കോണുകളുമാകുന്നു. അപ്പം ഇങ്ങനെ എന്താ പറയുന്നത്, ശ്രീചക്രത്തിൻ്റെ കോണുകൾ 43ഉം ബിന്ദുവും കൂടെ ചേർത്ത് 44ആണ്. ഇപ്പം ശ്രീചക്രം സോമസൂര്യാഗ്നി മണ്ഡലാത്മകമാകുന്നു. ഭൂപുരം മുതൽ 3 ചക്രം അഗ്നിമണ്ഡലാത്മകവും പിന്നീടുള്ള 3 ചക്രം സൂര്യമണ്ഡലാത്മകവും പിന്നീടുള്ള 3 ചക്രം സോമമണ്ഡലാത്മകവുമാണ്. ശ്രീചക്രം മേരുപ്രസ്ഥാരം, കൈലാസപ്രസ്ഥാരം, ഭൂപ്രസ്ഥാരം എന്നീ 3 വിധമുണ്ട്. മേരുപ്രസ്ഥാരം ഷോഡശ നിത്യാത്മകവും, കൈലാസപ്രസ്ഥാരം മാതൃകാത്മകവും, ഭൂപ്രസ്ഥാരം വശിന്യാദി വാഗ്ദേവതാത്മകവുമാകുന്നു.
അപ്പം ബഹിര്യാഗക്രമത്തെയാണ് ഈ ശ്ലോകം കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ഇതിനെ ഓരോന്നോരോന്നായിട്ട് പ്രത്യേകം വിവരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അതിന് ഒരു താന്ത്രിക ആചാര്യൻ തന്നെ വേണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീചക്രം എന്ന് പറയുന്നതാണ് മഹാത്രിപുരസുന്ദരിയുടെ ഇരിപ്പിടമാണ്, ദേവിയുടെ ഇരിപ്പിടമാണ് ശ്രീചക്രം. ശ്രീചക്രം എന്ന് പറയുന്ന ദേവിയുടെ ഇരിപ്പിടമാണ്. ശ്രീയന്ത്രം, ശ്രീചക്രം അല്ലെങ്കിൽ ശ്രീയന്ത്രം എന്ന് പറയുന്നതാണ് ദേവിയുടെ ഇരിപ്പിടം. അത് ശിവശക്തികളെ കൊണ്ടാണ്. 4 ശിവശക്തിയും 5 ശക്തിയും, 5 ശിവാത്മവും ശക്തിയാത്മവുമാണ്. ശിവനും ശക്തിയും കൂടെ ചേർന്നതാണ് ഈ ശ്രീചക്രം എന്ന് പറയുന്നത്. അതിനകത്തിൽ ആ ശ്രീചക്രം എന്ന് പറയുന്ന ആ യന്ത്രത്തിൽ ശിവചൈതന്യവുമുണ്ട്, ദേവീ ചൈതന്യവുമുണ്ട്. അതാണ് ശിവചക്രങ്ങളും 5 ശക്തികളും. ശിവചക്രങ്ങൾ 4, 5 ശക്തികൾ. ശക്തി എന്ന് പറയുന്ന ഇവിടെ ദേവതാ ചൈതന്യമാണ്. അപ്പം ദേവിയുടെ ഇരിപ്പിടമാണ് ഇത്രയും മാത്രം മനസ്സിലാക്കുക. ദേവിയുടെ ഇരിപ്പിടമാണ് ശ്രീചക്രം. അതിനകത്ത് ഒരുപാട് ത്രികോണങ്ങളും ചതുരവും ത്രികോണവും ഒത്തിരിയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഒരു ആചാര്യൻ്റെ തിരുമുഖത്തിൽ നിന്നും മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ശ്രീചക്രം ദേവിയുടെ ഇരിപ്പിടമാണെന്ന് മനസ്സിലാക്കുക. അത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു താന്ത്രിക ആചാര്യൻ്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. എന്തായാലും എല്ലാവർക്കും ഈ അമ്മയുടെ, മഹാദേവിയുടെ, ഈ ശിവശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചതുർഭി ശ്രീകണ്ഠൈ ശിവയുതിഭി പഞ്ചഭി അഭി പ്രഭിന്നാഭി ശംഭോ നവഭി അഭിമൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശൽ വസുദള കലാസ്രതി വലയത്രിരേഖാഭി സാർത്ഥം തവ ശരണകോണ പരിണതാഹ. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.